എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരക്കഥാ സംഭാഷണം നിർവഹിച്ചിരിക്കുന്ന ഒരു മലയാള സിനിമ ജമാലിൻ്റെ പുഞ്ചിരി ഈ മാസം ജൂൺ മാസം 7-ാം തീയതി തിയേറ്ററുകളിലെത്തുകയാണ്. ഇതിൻ്റെ ഇതിവൃത്തമെന്ന് പറയുന്നത്, നേരും നുണയും ഇടകലരുമ്പോൾ കോടതികളിൽ നീതിയും നിയമവും ശത്രുക്കളായി മാറുന്നു. നിയമവ്യവസ്ഥയിലെ ചില പഴുതുകൾ ഉപയോഗിച്ച് സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുന്ന ഒരു പ്രവണത വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. അതിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ് ഈ സിനിമ. ഈ സിനിമയുടെ പ്രോജക്റ്റുമായി ഇതിൻ്റെ പ്രൊഡ്യൂസറും സംവിധായകനും എന്നെ സമീപിച്ചപ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന നടൻ, മലയാളത്തിലെ പ്രശസ്തനായ ഒരു ഹാസ്യനടൻ, പിന്നെ സീരിയസ് റോളുകളിലൊക്കെ അഭിനയിച്ച് പ്രശസ്തനായ ഒരു നടനാണ്. പക്ഷേ ഞാൻ തിരക്കഥ രചിച്ച് തുടങ്ങിയപ്പോൾ, ഇതിൻ്റെ കഥാപാത്ര സൃഷ്ടിയിൽ ഏർപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആ കഥാപാത്രമായി വന്നത് ശ്രീ ഇന്ദ്രൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രത്യേകതകളും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവും ഈ കഥാപാത്രത്തിന് അനുയോജ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതിനാൽ ശ്രീ ഇന്ദ്രൻസിനെ അപ്രോച്ച് ചെയ്യാൻ ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഈ പ്രോജക്റ്റിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്ന 2019 അന്ന് ഇന്ദ്രൻസ് നായകനായിട്ട് അപൂർവം ചില ചിത്രങ്ങളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് അദ്ദേഹം നായകനായ ഹോം എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി മാറുന്നത്. തീർച്ചയായിട്ടും എൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് മനസ്സിലായി. വളരെ നല്ല രീതിയിൽ ഇന്ദ്രൻസ് അഭിനയിച്ച ഒരു ചിത്രമാണ് ജമാലിൻ്റെ പുഞ്ചിരി. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നാടോടി മന്നൻ, കുടുംബകോടതി എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത മലയാളത്തിലെ ആദ്യകാല പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിൽ ഒന്നായ ചിത്രം ക്രിയേഷൻസ് ലിമിറ്റഡാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് BS സുരേഷ്, ശ്രീജ സുരേഷാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ ഒരുപാട് സീരിയൽ സംവിധാനം ചെയ്ത ശ്രീ വിക്കി തമ്പിയാണ്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്രീ ഉദയൻ അമ്പാടിയാണ്. മലയാളത്തിലെ പ്രശസ്തരായ താരങ്ങളായ ഇന്ദ്രൻസ്, അശോകൻ, ജോയി മാത്യു, സോന നായർ, മല്ലിക സുകുമാരൻ, ഇന്ദ്രൻസ്, സിദ്ദിഖ് തുടങ്ങിയവരോടൊപ്പം ഈ സിനിമയിൽ ഒരു പുതിയതായ പ്രതിഭയുള്ള യുവ നടീനടന്മാരും അഭിനയിച്ചിട്ടുണ്ട്. ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് അനിൽകുമാർ പാതിരപ്പള്ളിയും മധുവുമാണ്. അതുപോലെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഒരു പുതിയ സംഗീത സംവിധായകൻ ശ്രീ വർക്കിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററുകളിൽ പോയി കണ്ട് ഇതിനെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.